മഹാനായ ജിബ്രീൽ അവിടുന്ന് ഇറങ്ങുന്നു. എന്നിട്ട് ഈസാ നബിയോട് പറയുകയാണ്, ഈസാ നബിയേ, മിഞ്ഞാന്ന് പോകുമ്പോ ഉണ്ടായിരുന്ന രംഗമോർത്തിട്ട് അത്ഭുതപ്പെടണ്ട. ആ ജനങ്ങൾ ഏറ്റുകൊണ്ടിരുന്ന ശിക്ഷ, അവർക്കുണ്ടായിരുന്ന കഠിനമായ അദാബ്, അവർക്ക് അല്ലാഹു തആല കൊടുത്തിരുന്ന ഭീകരമായ അദാബ് പടച്ച റബ്ബ് എടുത്തു കളഞ്ഞു. അതിന്റെ കാരണം എന്തറിയോ? ആ ഖബർസ്ഥാനിലൂടെ കേൾക്കണേ ഉമ്മ, പിരിശപ്പെട്ടവങ്ങള്, നല്ലവരായ നാട്ടുകാര്, ഇത് കേട്ടോ. ഈസാ നബിയോട് ജിബ്രീൽ പറയുകയാണ്, ഈസാ നബിയേ, അദാബേറ്റിരുന്ന ആ ജനങ്ങളുടെ അദാബ്, മർദ്ദനമേറ്റുകൊണ്ടിരുന്ന ആ ഖബറാളികൾക്കുള്ള പീഡനമർദ്ദനങ്ങള്, ആ കഠിനമായ നരകത്തിന്റെ അദാബുകള് എല്ലാം അല്ലാഹു മാറ്റിക്കൊടുത്തിട്ട് അവരെ ഖബർ ലോകം അല്ലാഹു സുഖലോക സ്വർഗത്തിന്റെ സോപാനമാക്കി മാറ്റിയതെന്തറിയോ? ആ ഖബർസ്ഥാനിന്റെ സൈഡിലൂടെ ഒരു വട്ടം മുതഅല്ലിമീങ്ങള് കടന്നുപോയി. ദീന പഠിക്കുന്ന വിദ്യാർത്ഥികള് കടന്നുപോയി. അവിടെ നിന്നിട്ടില്ല, അവിടെ വെച്ചിട്ടവർ സീഹ പറഞ്ഞിട്ടില്ല, ഫാല സർഫാക്കിയിട്ടില്ല, അല്ലെങ്കിൽ മുഖസൂസും പറഞ്ഞിട്ട് നതീജ പുറപ്പെടുവിച്ചിട്ടില്ല. അവർ അതുവഴി കടന്നുപോയത് മാത്രമാണ്. ആ ഖബർസ്ഥാനിന്റെ മണ്ണിലൂടെ ഒന്ന് വിട്ടകന്നത് മാത്രമാണ്. മുതഅല്ലിമീങ്ങളെ പാദസ്പർശനം കൊണ്ട് അർശപുളകിതമായ ആ മണ്ണിന്റെ അദാബ് അല്ലാഹ് എടുത്തു കളഞ്ഞു. ഖബറാളികളെ അല്ലാഹ് സലാമത്താക്കി. മുതഅല്ലിമീങ്ങളെ ബർക്കത്താണ് മഹാനായ ജിബ്രീൽ. ആലോചിച്ചു നോക്കൂ, ആരാ മുതഅല്ലിമീങ്ങള്? ഞങ്ങളെ കണ്ണിൽ കാണുമ്പോ ചിലപ്പോ ഗുരുത്തം കെട്ട മക്കളാകാ, അല്ലെങ്കിലും ഈ 90% മുതഅല്ലിമീങ്ങൾ ഗുരുത്തം കെട്ടവരന്നെ. നിങ്ങല്ല എന്തേ നല്ലോണം ബാപ്പാക്ക് സഹിക്കുന്നില്ല, നമ്മളാണ് ഉള്ളോ അവിടുത്തോടത്തെല്ലാം കൊട്ടയും ചെരുപ്പോലെ കട്ടിട്ട് വെടിഞ്ഞിട്ടാകുമ്പോ ബാപ്പ കൊണ്ട് ദർശനം കൂടുന്നു. നിങ്ങളെ പറ്റിയല്ല, സാധാരണ അങ്ങനെയാണ്. സാധാരണ ഇപ്പൊ എന്നൊക്കെ ഉപ്പ ദർശനം കൂട്ടിയത് തന്നെ അങ്ങനെ. അല്ലാഹു തആല ഞങ്ങളെ ബാപ്പാക്ക് പുറത്തു കൊടുക്കട്ടെ, അവരുടെ ആഖിറം അല്ലാഹു വെളിച്ചമാക്കട്ടെ, അവരുടെ ഖബർ ലോകം അല്ലാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കട്ടെ. കാട് കയറിയ കുരുത്തക്കേട് കാണുമ്പോഴാണ് അവരൊക്കെയും ഞങ്ങളെ ദർസിലേക്ക് കൂട്ടിയിട്ടെങ്കിലും നേരാക്കാൻ തീരുമാനിച്ചു. ഒന്ന്. രണ്ടാമത് കൊടിയ ദാരിദ്ര്യം. അല്ലാഹു തആല അവർക്ക് പരലോക മോക്ഷം നൽകി അനുഗ്രഹിക്കട്ടെ. മഹാന്മാരുടെ മദതും ബർക്കത്തും അല്ലാഹു അവർക്ക് നൽകുമാരാകട്ടെ. അപ്പൊ മാനുഷികമായിട്ടുള്ള സ്വഭാവങ്ങളും ശീലങ്ങളും പ്രകൃതികളൊക്കെ കാണാം. ചില നാട്ടുകാർക്കൊക്കെ എപ്പോഴും മുതഅല്ലിമീങ്ങളെ, ചില നാട്ടുകാർ ദർസ് ക്യാൻസലാക്കി. എന്റെ സഹിക്കുന്നില്ല ഉസ്താദേ, സഹിക്കുന്നില്ല. എന്ത് കുരുത്തക്കേട്, ഹൗദിലേക്ക് തുള്ളുന്നേ, ഹൗദിലേക്ക് തുള്ളാണ്ടിരിക്കുന്നതിൻ്റെതല്ലേ കേടാ. നീ പാർപ്പൊന്ന് തുള്ളിനി പിന്നെ നിന്റെ കട ഹൗദിലേക്ക് തുള്ളിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നമ്മളെ കിട തുള്ളുന്നതല്ല, അവരാ കുരുത്തക്കേട് പറഞ്ഞിട്ട് ആ ചെറുപ്രായത്തിലുള്ള വികൃതികളും ആ കുട്ടിത്തവും പറഞ്ഞിട്ട് അതല്ലെങ്കിൽ കണ്ടിട്ട് അവരെ കാലാകാലം നീ വെറുക്കാന്ന് കണ്ട, കാലാകാലം അവരോട് വിദ്വേഷം വെക്കണ്ട, അവരോട് നീ ദേഷ്യ സ്വഭാവം കാട്ടണ്ട. കുന്നാലിമൻ ഔ മുതഅല്ലിമാ, നീ അവരെ പോലെ ആകണേ. ഷഫീഉനാ നാളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്. അല്ലെങ്കിലും നിങ്ങൾ നോക്കൂ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, അദ്ദുന്യാ മൽഊനൻ വമാ ഫീഹാ, ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ശപിക്കപ്പെട്ടതാണ്, എല്ലാം നാശം പിടിച്ചത്, 5 പൈസന്റെ ഗുണമില്ലാത്തത് ഈ ഭൂമിയും ഈ ഭൂമിയിലുള്ള സകലതോ. എന്നാൽ ഈ ഭൂമിയിലുള്ള അല്ലാഹു പൊരുത്തപ്പെടുന്ന ഒരു കാര്യമേതറിയോ? അത് മുതഅല്ലിമീങ്ങളാണ്. കാരണം
കാരണം അവർ ദീനിന്റെ ധ്വജവാഹകരാനാള്, ദീനിന്റെ കാവലാളുകളാനാള്, ദീനിന്റെ പെണ്ണളുപാനാള്. ഈ സമുദായത്തിനെ നേരിന്റെ ദിശയിൽ നയിക്കുന്ന നേതൃത്വത്തിലേക്ക് വരുന്നവരാനാള്. ഇന്നത്തെ കഥ നീ നോക്കണ്ട. മാത്രമല്ല, ഒരു വിളി കേട്ടാൽ, ചോറ് തന്ന വീട്ടുകാരൻ മരിച്ചു എന്ന് കേട്ടാൽ, അതല്ലെങ്കിൽ ആ വീട്ടുകാർ രോഗിയാണ് എന്ന് പറയപ്പെട്ടാൽ, എവിടെയായാലും ഏത് മുക്കിലായാലും മൂലയിലായാലും ഒന്നല്ലാഹുവിനോട് ദുആരക്കുന്നത് ഈ മുത്തഅല്ലിമീങ്ങളെ മാത്രമാണ്. അല്ലാത്തവർ ഇല്ല എന്ന് ഞാൻ പറയണില്ല. മിക്കതും അവർക്ക് ഓർമ്മയുണ്ടാവാറില്ല. ഓർത്തിട്ട് ആ കാര്യം നിർവഹിക്കുന്നത്, സദാസമയവും അല്ലാഹുവിനോട് ആ കാര്യം പറഞ്ഞു ദുആരക്കുന്നത്. നിങ്ങൾ ചായ കൊടുത്ത, നിങ്ങൾ വിരിപ്പ് കൊടുത്ത, നിങ്ങൾ ഭക്ഷണം കൊടുത്ത, നിങ്ങളെ മോനെ പോലെയാണെന്ന് ചിന്തിച്ച് സ്നേഹം കൊടുത്തിട്ട് നിങ്ങളെ പഠിപ്പിച്ച ഈ മുത്തഅല്ലിമീങ്ങളില്ലേ, അവർ മാത്രമാണ് ഹബീബായ നബി തങ്ങളെ ഇഷ്ടപ്പെട്ട കൂട്ടര്, ലോകത്തിന്റെ ദിശ മാറ്റി എഴുതുന്ന കൂട്ടര്. ഇന്ന് നോക്കൂ, ലോകത്ത് എത്ര കോളേജുകളാ, എത്ര ദഅവാ കോളേജുകള്, എത്ര അറബി കോളേജുകള്, എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നവര്. ഒരു കാലത്ത് മുത്തഅല്ലിമായി നമ്മൾ ഈ കിടാക്കളെ പോലെ പാഞ്ഞു നടന്നിരുന്ന, പിന്നീട് വലിയവരായ ആലിമീങ്ങളായി വന്ന ഈ പണ്ഡിതന്മാരാണ്. അവരെ മറക്കല്ലേ, അവരെ വെറുക്കല്ലേ. പൊന്നുമ്മ, അവർക്കൊരു ചായന്റെ പൈസ കൊടുക്കാൻ കഴിയുമെങ്കിൽ അതിൽ നീ പിശുക്ക് തരം കാട്ടണ്ട, ബഖീൽ തരം കാട്ടണ്ട. അതിന്റെ ഫലം നാളെ നീ അനുഭവിക്കുന്നത് പറയുന്നതിനേക്കാളും അപ്പുറമാണ്. അതിന്റെ കൂലി നിനക്ക് നൽകുന്നത് അത് പറയുന്നതിനേക്കാളും അപ്പുറമാ. എത്രയാണെന്ന് പറയാൻ കഴിയില്ല. നാളെ പരലോകത്ത് പോലും പരാവാരം പോലെ പരന്നു കിടക്കുന്ന, പരസഹായമില്ലാത്ത പരകോടി ജനങ്ങളെ യാത്രയാക്കപ്പെടുന്ന ആ പരലോകത്ത് പോലും നിന്റെ കൈ പിടിച്ചിട്ട് സുഖലോക സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകാൻ അല്ലാഹു അധികാരം കൊടുക്കുന്ന വിഭാഗമാണ്. പിന്നീട് ആലിമായി വരുന്ന ഈ മുത്തഅല്ലിമീങ്ങള് മറക്കല്ല വാപ്പാ, മറക്കണ്ട ഉമ്മ. അവർക്കുള്ള ക്യാൻറ്റീനിലുള്ള ഭക്ഷണത്തിന് എത്ര പേരാ അരി കൊടുക്കണത്? 1000 ചാക്ക്, 100 ചാക്ക്, 20 കിണ്ടല്, 10 കിണ്ടല്. ഭാഗ്യം ചെയ്തവരാണ്. പടച്ച റബ്ബ് അർഹമായ പ്രതിഫലം നൽകട്ടെ. എൻ ഉമ്മമാരോട് പറയട്ടെ, പിരിശപ്പെട്ട പെങ്ങളെ പറയട്ടെ, ഞങ്ങളെ മുത്തഅല്ലിമ കിടാവ് നിങ്ങളുടെ കിടാവ് ഒരു ബുക്കും പെന്നും പിടിച്ചിട്ട് വരികയാണ്. ആ കിടാവിന്റെ മുഖം നോക്കിയിട്ട് നിങ്ങൾ പറയണോ, പൊന്നുമക്കളെ, നിങ്ങൾക്ക് സുബഹിക്ക് കിതാബ് തുടങ്ങുന്നതിന് മുന്നേ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് 10 മിനിറ്റ് ഖുർആൻ ഓതിയിട്ട് നിങ്ങൾ കിതാബ് ഓതാൻ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്ലാസ് ചായ തരുമല്ലോ മക്കള്. ആ ചായക്കുള്ള പഞ്ചസാരക്ക്, ചായ പൊടിക്ക്, ചായക്കുള്ള ലഘുവായ ഒരു കടിക്ക് എന്റെ വകയിൽ ഇതാ ഒരു 500 റുപ്പിക എന്ന് നിങ്ങൾ എഴുതണേ ഉമ്മ. അത് കൊടുക്കാൻ പറ്റാത്തവർ, സാധിക്കാത്തവർ, കഴിവില്ലാത്തവർ നമ്മുടെ ഇടയിലുണ്ടോ? ചെറിയ ഒരു 2 മുത്തഅല്ലിമീങ്ങ ഒരു ബുക്കും പെന്നും പിടിച്ചിട്ട് പോയിനെങ്കിൽ എല്ലാരും തരല്ല, തരണമെങ്കിലും വേണ്ട ഒരു ഭാഗ്യം. കീശല് കാശുണ്ട്, ചിലട്ട് ആരും പിസ്കല. അങ്ങനെ എത്ര ആൾക്ക് കാശുണ്ട് ഇവിടെ? തരണമെങ്കിലും വേണൊരു ഭാഗ്യം. എന്തായി വേണ്ടേ? ചായ വേണ്ടേ? പിന്നെ അൽഹംദുലില്ലാ, അങ്ങനെ യോസിച്ച അങ്ങനെ. അവിടെ പെൺകുട്ടികള് വോളണ്ടിയർമാരായിട്ടുണ്ട്. നമ്മുടെ മദ്രസയിലെ സീനിയർ വിദ്യാർത്ഥിനികൾ. അല്ലാഹു തആല അവരുടെ ആ സേവനം കബൂൽ ചെയ്യട്ടെ. ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളെ മക്കൾ തന്നെയാണവർ, നിങ്ങളെ അനുജത്തിമാരാണവർ, നിങ്ങളെ പെങ്ങളെ കുഞ്ഞ, നിങ്ങളെ ജ്യേഷ്ഠത്തിയുടെ മക്കളാണവർ. അവർ ബുക്കും പെന്നും പിടിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ ഒന്നും കൊടുക്കണ്ട,
ഫുള്ള് കൊടുക്കണ്ട, എല്ലാം ഒരാൾ തന്നെ ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ പറയണില്ല. ഒരു 500 ചെല്ലെങ്കിൽ 1 കിലോ മത്തിക്ക് 260, ഇന്ന് 240. ഉസ്താദ് എങ്ങനെ അറിഞ്ഞേ? എന്റെ ഒത്തക്ക് മത്തി കൊണ്ടോട്ടെ, ഞാൻ മനുഷ്യനല്ലേ? എന്റെ കിടക്കൊക്കെ ഞാൻ എന്നെ പാപ്പോ, വേറെ ആളില്ല. അല്ല ഉസ്താദ്, നിങ്ങൾ ഉസ്താദല്ലേ? നല്ല കഥ. നിങ്ങൾ എന്ത് മനസ്സിലാക്കി? ഉസ്താദ് അങ്ങ് ചോറ് കൊടുക്കണ്ടേ മക്കൾക്ക്? ഇപ്പൊ എനിക്ക് ബലമായ സംശയമുണ്ട്. ഞാൻ പോകുമ്പോ പയ്യൻ തരല്ലേ, ഇയാൾ ഉസ്താദ് തരാണ്ട് അങ്ങനെ നടത്തിക്കോ. അല്ല ബർക്കത്തിനെങ്കിലും ഒന്നും വേണ്ട. അല്ല ഞാൻ പറഞ്ഞു 500 രൂപ നടത്തിയപ്പോ വലിയ ആനക്കൊമ്പാക്കണ്ടെന്ന്. എന്താ 500? അംബാനിയുടെ MP ഒന്ന് റീചാർജ് ചെയ്യണമെങ്കിൽ മിനിമം ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് തന്നെ 240 ജില്ലാനം. എല്ലാ സിമ്മും അങ്ങനെയാ. അല്ല അതിന് ഞങ്ങൾക്ക് ചെലവിടാൻ ഒരു മടിയില്ല. ഒരു വേള ഡാറ്റ എക്സ്പയർ ആയി കഴിഞ്ഞാൽ പിന്നെ MP വെച്ചിട്ട് പിന്നെയും റീചാർജ് ചെയ്യാൻ നമുക്ക് മടിയില്ല. അനാവശ്യങ്ങൾക്കെമ്പാടും ഞങ്ങൾ കൊടുക്കുന്നവരാണ്. പൊന്നുപങ്ങള് ചുണ്ടത്ത് പുരട്ടിയ ലിപ്റ്റിക്കിന് കൊടുത്ത പൈസ എത്രയാ? കയ്യിലേക്ക് തേച്ച ഉഗ്രന്റെ സൈഡിൽ പുരട്ടിയ കളറില്ല. ഒന്നും സഹിയാകാൻ പറ്റാത്ത നിലക്ക് നീ തേച്ചു കൊടുത്തിട്ടുള്ള കളറ്, നിന്റെ കുളി സഹിയാകാത്ത നിലക്ക് നീ പുരട്ടിയ കളറ്. ശ്രദ്ധിക്കണേ പെങ്ങളെ, പിരിശമുള്ളത് കൊണ്ടാ പറയുന്നത്. നിന്നോട് ദേഷ്യമില്ല, നിന്നോട് ഞങ്ങൾക്ക് കോപമില്ല. നീ അള്ളാന്റെ കോപമേൽക്കുന്ന പെണ്ണാകരുത്. ആ ഒരു പിരിശപ്പാടുള്ളത് കൊണ്ടാ പറയണത്. ആ തേച്ച കളറിന് കൊടുത്ത പൈസ എത്രയാ? എത്ര? ഞങ്ങളെ പൊന്നു ചക്കം കണ്ട അതാ ഓന് ചന്തം മതിയാന്നില്ല. ഞാൻ പോയിട്ട് 3 കുപ്പി ഫായിസ കൊണ്ടു. ഫായിസ എന്നുണ്ടോ ഇത്? തേച്ചിട്ട് വെളുക്കണം, വെളുത്തിട്ട് മുട്ട പോലാണോ? തേച്ചിട്ട് 1 കുപ്പി തീർന്നിട്ട് 4 ദിവസം കഴിയുമ്പോൾ കറുത്തിട്ട് കരികട്ട പോലെ. കാരണം അല്ല തന്ന അതിനെ ഗ്യാരണ്ടി ഉള്ള, ബാക്കിയൊന്നും ഗ്യാരണ്ടി ഇല്ല. ആ ചന്തത്തിന് ആഫിയത്തോടെയുള്ള നിലനിൽപ്പ് നീ തേട്. ആ ഒരു മനസ്സുണ്ടാകട്ടെ, ആ ഒരു ചിന്തയുണ്ടാകട്ടെ. എല്ലാം ഒരുതരം മേക്കപ്പ്, എല്ലാം ഒരുതരം ഒരു മേളങ്കി, അത് ശരിയല്ല. എവിടെയാണോ ഒറിജിനാലിറ്റി അവിടെ നിൽക്ക്, എവിടെയാണോ ശരിയായിട്ടുള്ളത് അവിടെ നിൽക്ക്. എന്നിട്ട് അതിനു വേണ്ടിയിട്ട് തന്നെ പണിയെടുത്തോ, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചോ, അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചോ, അതിനു വേണ്ടിയിട്ട് സന്തോഷിച്ചോ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വറല്ലബിമാ ഖസമല്ലാഹു ലക, നിനക്കല്ല തന്നത് എന്താണ്? നിനക്കല്ല തന്നത് എത്രയാണ്? നിനക്കല്ല തന്നത് എന്താണ്? അവിടെ നിന്നോ, അവിടെ സമാധാനിച്ചോ, അവിടെ സന്തോഷിച്ചോ, അതിൽ നീ തൃപ്തിയടഞ്ഞോ. എന്നാൽ ഈ ഭൂമി ലോകത്ത് ഏറ്റവും വലിയ സമ്പന്നൻ, പണക്കാരൻ നീയാണ്. അല്ല തന്നതിൽ സംതൃപ്തി അടഞ്ഞ് നീ ജീവിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, നീ തന്നതല്ലേ ഇത്ര. അൽഹംദുലില്ലാ, ചെറിയതായാലും വലുതായാലും, സിംഗിൾ നമ്പർ ആയാലും, പിന്നെ 2 അക്കമുള്ളതായാലും, 1 നില വീടായാലും 2 നില വീടായാലും, ഏത് തന്നെ ആയാലും റബ്ബേ നീ തന്നതാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് നീ സന്തോഷിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സമ്പന്നൻ അംബാനിയല്ല, വിജയമള്ളിയല്ല, അറ്റ്ലസ് രാമചന്ദ്രനല്ല. നീയാണ് മുന്നേ പൊന്നെ, നീയാണ് മുത്ത്. ആരറിയുമോ? നിന്റെ മനസ്സിലെപ്പോഴും ആ നല്ലൊരു സന്തോഷമുണ്ടാകണം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എങ്ങനെ റാത്തല്ലേ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നമുക്ക് തീരെ ചെല്ലാൻ കിട്ടാത്ത ഒന്നാണ് അല്ലേ? തീരെ എന്ത് കേട്ടെങ്കിലും എങ്ങനെ ഇങ്ങനെ പോന്നു.
അല്ലെ ഞമ്മ മാത്രം ഈ ആ ഒരു വാക്ക് പറയുന്നത് ഞമ്മ മാത്രം. ബാക്കി ആരോടും നിങ്ങൾ കേട്ടോക്കിയല്ല. എല്ലാവരും നല്ല റാഹത്തിന്റെ മറുപടി. നിങ്ങൾ ഇംഗ്ലീഷുകാരോട് കേട്ടോക്കോ. ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, ജപ്പാൻ, ഓസ്ട്രേലിയ, യുഗോസ്ലാവിയ, എടയാട്ടെ നീ അവിടെ പോയിട്ട് ചോദിച്ചു നോക്കുക ഹൗ ആർ യു. അയാളെന്താ പറയാ? വെരി ഫൈൻ. അതിന്റെ അർത്ഥം അൽഹംദുലില്ലാഹ് റാഹത്ത് തന്നെ. അതിന്റെ അർത്ഥം അതാണ്. അയാൾ പറഞ്ഞില്ലെങ്കിലും അതിന്റെ അർത്ഥം അതാണ്. ഇനി നിങ്ങൾ പോയിട്ട് പിന്നെ ഏതെങ്കിലും ഇന്ത്യക്കാരോട് കേട്ടോക്കെ നമ്മളെ ഈ ബുദ്ധിവന്തര നാടുണ്ടല്ലേ, ഈടല്ല, ഈടിന്റെ അപ്പുറം ഒന്ന് പോകും, ഇതിന്റെ നേരെ അപ്പുറം പോകും. എന്നിട്ട് ആടെ പോയിട്ട് ചോദിച്ചു നോക്കിയേ എങ്ങനെയുണ്ട് അല്ലേ? അവർ പറയാതാണ്. അവരെങ്ങനെ പറയൂ? ഇന്ത്യക്കാരുടെ കേട്ടോക്കെ അൽഹംദുലില്ലാഹ്. ഇനി നീ അറബികളോട് കേട്ടോക്ക്. അറബികളോട് കൈഫല്ലാൽ അൽഹംദുലില്ലാഹ് സൈൻ. നേരെ വന്നിട്ട് ഈടെ പറ്റി കേട്ടോക്കാല എങ്ങനെയുണ്ട്? ഞമ്മ മാത്രം ആ ബോട്ടി ജാറിയിട്ട് ഉത്തരം കൊടുത്ത ഞമ്മ മാത്രം. എന്തത് അങ്ങനെ? ആരോഗ്യമാകട്ടെ അനാരോഗ്യമാകട്ടെ, സന്തോഷമാകട്ടെ സന്താപമാകട്ടെ, സമ്പന്നതയാകട്ടെ ദാരിദ്ര്യമാകട്ടെ, അല്ല എങ്ങനെയാണോ വെച്ചത് തന്നത് അവിടെ നിന്നോ സന്തോഷിച്ചോ തവക്കുലായിക്കോ. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ല തന്നവിടെ നിന്നോ, അല്ല വിധിച്ചവിടെ നിന്നോ. എന്തുമില്ല എന്റെ കയ്യിൽ എന്തുമില്ല. അല്ല ഒരു ചായന്റെ ഒരു 500 മുത്താലിമീങ്ങൾക്ക് എന്റെ എന്തുമില്ല ഉസ്താദ്, എന്റെ എന്തുമില്ല ഒക്കെ എന്തുമില്ല ഉസ്താദ്, കടായിട്ട് നാറി എന്തില്ല ഉസ്താദ്, എന്തു കേട്ടോണ്ടേ ഇരിക്കുന്നത്, എന്തുമില്ല ഉസ്താദേ. അപ്പൊ ഒരു കാര്യം ചെയ്യും, കിഡ്നി 2 ഉണ്ട് നിനക്ക് എല്ലാവർക്കും കൊണ്ട് 2. ശരിക്ക് യൂരിൻ നടക്കാൻ, മൂത്രശങ്ക നടക്കാൻ, നമ്മളെ ബോഡി ബ്ലഡ് സർക്കുലേഷൻ നടക്കാൻ എല്ലാം ഒരു കിഡ്നി മതി. അത് ശരിക്കും ആരോഗ്യമുള്ളതാണെങ്കിൽ ഒരു കിഡ്നിയല്ല കിഡ്നി ഒരു കിഡ്നി മതി. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു സപ്പോർട്ടായിട്ട് ഒരു സ്റ്റെപ്പിനി ആയിട്ടാണ് അല്ല പിന്നെ വെച്ചിനെ. ആ പടച്ചറപ്പിന്റെ ഒരു കാരുണ്യം കണ്ട. നീ ഇടയ്ക്ക് കാറ്റ് പോയി പോണ്ട, പഞ്ചറടിച്ചെങ്കിൽ പഞ്ചറായി പോണ്ട, അപ്പനെ വെച്ചോ അതിന്റെ ഇടയ്ക്ക് എന്നാലോചിച്ചോക്കെ. എന്നാ മോനോട് എന്തുമില്ല എന്റെ 3 മുക്കാലിയില്ല, ഞാൻ നറുക്കുനുമില്ല കുറിക്കുമില്ല, കിടാന്റെ ചായക്ക് 500 ഇല്ല, എന്റെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇല്ലല്ല പാട്ട് പാടുന്ന ഇവനോട് ഒരു കിഡ്നി ചോദിച്ചോക്ക്. അപ്പം പറയോ കിഡ്നി അങ്ങനെ തരാൻ പറ്റല. പിന്നെന്താക്കണോ? അത് ഒന്നാമത് മണിപ്പാൾ ആസ്പത്രിക്ക് വരണോ, പിന്നെ 25 ലക്ഷം തരണം, 25 ലക്ഷം തരണം. പിന്നെ ഇങ്ങനെ നായനെ കൊണ്ട് ഒരു 22 ലക്ഷം മതി. എന്തും ഇല്ലാൻ ചെല്ലുവാനാണ് ഈ 22 ലക്ഷം ചോദിച്ചത്. ഒരു കിഡ്നിന്റെ വില. അപ്പൊ ലക്ഷാധിപതിയാണ്. അല്ല 2 കണ്ണുണ്ട്, എനിക്ക് കിഡ്നി വേണ്ട, 2 കണ്ണുണ്ടല്ലോ നിനക്ക്, കാണാനും നോക്കാനും എല്ലാം ഒരു കണ്ണും പോരെ, ഒരു കണ്ണും മതിയല്ലോ, അത്യാവശ്യം കാണാലോ, അത്യാവശ്യമല്ല ശരിക്കും കാണാ എന്ന ഒരു കണ്ണ് തന്നേരെ എന്ന് ചോദിച്ചാ എന്താ പറയാ? കണ്ണ് അങ്ങനെ തരാൻ പറ്റല, തരാ 2 ലക്ഷം തരേണ്ടി വരും. നല്ലൊരു ആശുപത്രിക്ക് പോയിട്ട് വേണ്ട പോലെ അതിന്റെ ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ തരാം, 2 ലക്ഷം തരണം. ആര് പറഞ്ഞ എന്തുമില്ല എന്റെ എന്തുമില്ല എന്ന് പറഞ്ഞിട്ട് നാഴികക്ക് 40 വട്ടം ഇല്ലല്ല പാട്ട് പാടിയ ഈ കുരുത്തം കെട്ടോനെ ഈ ലക്ഷത്തിന്റെ എണ്ണം പറഞ്ഞു. അപ്പൊ നീ ആലോചിച്ചപ്പോ നീ ഒന്നും ഇല്ലാത്തവനല്ല. പിന്നെ ഈ പൈസനെ മാത്രം കണ്ടിട്ട് നീ ഇല്ലല്ല പാട്ട് പാടേണ്ട, പൈസ ഉള്ളോന്റെ അവസ്ഥ കണ്ട. ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് ചായ കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ഈ നോട്ട് കണ്ടിട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ ഈ ചോപ്പ് നോട്ട് കണ്ടിട്ട് വലിയ സന്തോഷിക്കൊന്നും വേണ്ട. ആ മുന്നേ കുറച്ചും വർക്കത്തുണ്ടായി, ഓൻ വന്നിട്ട് പുള്ളനെ അല്ല ഇല്ല ഹലാക്കാക്കിട്ടുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, മാത്രമല്ല അത് മുന്നെ ഓർമ്മ കണ്ട ഒന്നും ചെല്ലേ വേണ്ട, ചെല്ലും ഒരു ചുക്കും ആവാൻ പോകുന്നില്ലേടാ. പക്ഷെ അതന്നല്ല ഇപ്പൊ പറയേണ്ടത്. നമുക്കിടെ വേറെ മാറ്റർ ഉണ്ട്, പക്ഷെ പേടിച്ചിട്ടല്ല. ആരെ പേടിക്കാൻ? അള്ളാന്റെ ലോകത്ത് അള്ളാനല്ലാണ്ട് പേടിക്കാനില്ല. അള്ളാനെ പേടിക്കുന്നവർക്ക് മറ്റൊരാളെ പേടിക്കേണ്ടതുമില്ല. അള്ളാനെ നീ പേടിക്കുന്നുവെങ്കിൽ
നിന്നെ ലോകം പേടിക്കോ, നിന്നെ ജനങ്ങൾ പേടിക്കോ, നിന്നെ ഭരണകൂടം പേടിക്കോ, നിന്നെ ജുഡീഷ്യറി പേടിക്കോ, എല്ലാം പേടിക്കോ. എപ്പോ നീ അല്ലാന്റെ ആളാകണോ, നീ അല്ലാക്ക് വഴിപ്പെടുന്നവനാകണോ, അല്ലാക്ക് അനുസരണയുള്ളവനാകണോ. പച്ചക്ക് പറഞ്ഞാ നീ ശരിക്കും ഒരു ഒന്നൊന്നര മുസ്ലിമാണോ? ഇനി ഒരു മുസ്ലിമല്ല, കേവലം ഒരു നാമധാരിയാണെങ്കിൽ കർമ്മങ്ങളില്ല, ആചാരങ്ങളില്ല, നയനിലപാടുകളില്ല, ബന്ധങ്ങളില്ല, ബാധ്യതകളില്ല എന്നാണെങ്കിൽ നിനക്ക് ലോകത്തൊരു വിലയില്ല, നിന്റെ ജീവിതത്തിൽ ബർക്കത്തില്ല. അല്ലാന്റെ പേടിയില്ലാത്ത ജനങ്ങള്, അല്ലാന്റെ ഓർമ്മയില്ലാതെ കഴിയുന്ന ജനങ്ങള്, അല്ലാന്റെ ദീനുമായിട്ട് അകലം പാലിച്ച ജനങ്ങള്, പള്ളിയുമായി പുലബന്ധം പോലും ഇല്ലാത്ത ജനങ്ങള്, സുബ്ഹാനല്ലാഹ് ഫഇന്ന ലഹു മഈശതൻ ലൻകാ, അയാള് പൗരത്വം തെളിയിക്കേണ്ടി വരും. അയാളുടെ ജീവിതം ക്ലേശം നിറഞ്ഞതാണ്, അയാളുടെ ജീവിതം പ്രയാസങ്ങൾ നിറഞ്ഞതാണ്, അയാളുടെ ജീവിതം പാരാബ്ദങ്ങൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങിക്കോ, റബ്ബിലേക്ക് മടങ്ങിക്കോ, എല്ലാവരോടും നല്ല പിരിശത്തോടെ പെരുമാറിക്കോ. പ്രത്യേകിച്ച് അല്ലാഹുവിനോട്, പിന്നെ അല്ലാഹുവിന്റെ ഹബീബിനോട്, പിന്നെ നിന്റെ വേണ്ടപ്പെട്ടവരോട്, ഭാര്യ മക്കളോട്, മക്കള് പിന്നെ മാതാപിതാക്കളോട്, ഭാര്യമാർ ഭർത്താക്കന്മാരോട്, നിന്റെ വടപ്പുറപ്പീങ്ങളോട്, നിന്റെ അയൽവാസികളോട്, എല്ലാവരോടും നീ നല്ല നിലക്ക് പെരുമാറിക്കോ. അവിടെ അല്ലാഹുവിന്റെ സഹായമുണ്ട്. ബന്ധുജനങ്ങളെ മറക്കണ്ട. അയലത്തുള്ള വീട്ടിലെ പെണ്ണ് കിടാവ്, നീ ഇവിടെ തട്ടിന്റെ മേലെ തട്ട് കെട്ടിയിട്ട് വീട് പണിയുമ്പോ, അതേ ഇന്റർലോക്ക് ഇട്ടിട്ട് നല്ല ഉഷാറാക്കിയിട്ട് നടക്കുമ്പോ, തൊട്ടടുത്തതാ ചെറ്റക്കൂരയിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കഴിയുന്ന പൊന്നുമോളെ മറക്കണ്ട. ജാതി ഏതുമാകട്ടെ, ഹൈന്ദവനായാലും മുസൽമാനായാലും ക്രൈസ്തവനായാലും ആര് തന്നെയായാലും പാവപ്പെട്ടവരെ മറക്കണ്ട, അവരെ സഹായിച്ചോ. അല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. നീ അതാ വേണ്ടപ്പെട്ടവര്, അതായത് ആവശ്യക്കാര്, അർഹതപ്പെട്ടവര്, നിന്റെ സഹോദരന്, കൂട്ടുകാരന്, വേണ്ടപ്പെട്ടവരെ നീ പരിഗണിക്കുകയാണെങ്കിൽ, സഹായിക്കുകയാണെങ്കിൽ അല്ലാഹു നിന്നെ സഹായിക്കും കേട്ടോ. പടച്ച റബ്ബ് കൈവിടില്ല. സഹായിക്കും തോറും അല്ലാഹു നിനക്ക് നിഅമത്തേറ്റി തരികയാണ്, ആരോഗ്യമേറ്റി തരികയാണ്, സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാണ്. നിന്റെ കച്ചവടം പൊട്ടിപ്പോവില്ല, നിന്റെ ബാങ്ക് ബാലൻസ് എംറ്റിയാവില്ല, നിന്റെ കുറി നിനക്ക് മറിയാതിരിക്കില്ല, അതുപോലെ നിന്നെ ആരും തോപ്പിക്കില്ല. മാ തലിഫ മാലുൻ, മാ തലിഫ മാലുൻ ഇല്ലാ ബിഹബ്സി സകാത്ത് ഷഫീഉനാ റസൂലുള്ളാഹ്. ഞങ്ങളെ മുതൽ നശിച്ചു പോയത്, ഞങ്ങളെ മുതൽ നശിച്ചു പോയത്, ഞങ്ങളെ മുതലിൽ ബർക്കത്തില്ലാതെ പോയത്, ഞങ്ങളെ മുതൽ മരുന്നിന് ചെലവാക്കേണ്ട ഗതികേട് വരുന്നത്, ഞങ്ങളെ മുതൽ എത്ര പണിയെടുത്തിട്ടും കാണാതെ പോകുന്നത്, എത്ര ശമ്പളം കിട്ടിയിട്ടും കയ്യിൽ കാണാതിരിക്കുന്നത്, ഞങ്ങളെ കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കാത്തത് കൊണ്ടാണ്. ഞങ്ങൾ കൊടുക്കണം സക്കാത്ത്, ഞങ്ങളില്ലെങ്കിൽ അങ്ങനല്ല. അതിപ്പോ ആചാറും പിന്നെ പൂനെല് പണിയും ബാംഗ്ലൂരിൽ പീഡിയല്ലുള്ള ആളല്ലേ കൊടുക്കണ്ടേ. ഈ ഞമ്മയിലും കാര്യം മനസ്സിലായിട്ട ഞാൻ ഇത് കുടിച്ച കണ്ണാക്ക് പോവാ. സക്കാത്ത് കൊടുക്കാൻ ബില്ല പൈസ ഒന്നും വേണ്ട. നീ നിർബന്ധ ബാധ്യതയുള്ള സക്കാത്തിന്റെ അഹ്ലുകാരനാകാൻ, സക്കാത്ത് കൊടുക്കാൻ. ചില ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, നല്ലോണം പോണോ, അട്ടി അട്ടി വേണോ. അങ്ങനൊന്നും വേണ്ട. 555 ഗ്രാം വെള്ളിയുടെ പൈസ,
വെള്ളി നിർബന്ധമാകുന്ന സക്കാത്തിന്റെ കണക്കുണ്ടല്ലോ. സ്വർണ്ണല്ല, സ്വർണത്തിന്റെ കൂട്ടിയിട്ട് ഇനി കുറെ പിന്നെയും കാക്കാൻ നിൽക്കണ്ട. വെള്ളി വെള്ളിയുടെ സക്കാത്ത് നിർബന്ധമാകാൻ അതിന്റെ നിസാബ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കണക്കനുസരിച്ചിട്ട് അതിന്റെ തൂക്കത്തിന്റെ അതിന്റെ ഗ്രാമിന്റെ പൈസ നിന്റെ കയ്യിൽ ഒരു മാർക്കറ്റ് പൈസ, ഇന്നത്തെ മാർക്കറ്റ് എത്രയാണോ ആ പൈസ. എന്റെ ഒരു ബലമായ സംശയം, ഞാനിപ്പോ മറന്നുപോയി, ബലമായ സംശയം, ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ഇന്നത്തെ വെള്ളിയുടെ ഏകദേശം ഒരു 40,000 ഉറുപ്പികന്റെ ഉള്ളിൽ നിന്റെ കയ്യിൽ ഒരു കൊല്ലത്തെ പൈസ ഉണ്ടെങ്കിൽ നീ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. 1 ലക്ഷം ഒന്നും പോകണമെന്നില്ല കയ്യില്, പിന്നെ 5 ലക്ഷം പോകണമെന്നൊന്നുമില്ല, 10 ഏക്കർ ജാഗ പോകണമെന്നുമില്ല, ഒന്നും വേണ്ട. അതേ സമയത്ത് ഈ പറഞ്ഞ വെള്ളിയുടെ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് 40,000 ഉള്ളിൽ, ഏകദേശ കണക്ക് പറഞ്ഞാണ്. ഇനിയിപ്പോ നാളെ 40,000 ചെല്ലിട്ട് ഗുരുമാലാക്കിയില്ല ഇവിടെ, അല്ലെങ്കിൽ NRCന്റെ തലകുത്തലുള്ള അതിന്റെ ഇടയിൽ ഈനി ഇട്ടിട്ട് പച്ചിത്തേക്കാന്ന്. അല്ല, നമുക്ക് വിവാദാക്കാൻ വലിയ ഇഷ്ടമാണ്. ഒരു ഭാഗം എടുത്തിട്ട് ഒരു സൈഡ് എടുത്തിട്ട് ഇളങ്ങാൻ പറഞ്ഞ് ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ട് മനുഷ്യനാകെ ഹലാക്കിന്റെ കുഴി തോണ്ടിക്കാൻ വലിയ എളുപ്പമാണ് അല്ലേ? നമുക്കതാണല്ലോ വലിയ സൗകര്യം. നമുക്ക് ആരാന്റെ ഗുണം കാണുന്നത് വലിയ ഇഷ്ടമല്ലല്ലോ. നമുക്ക് ഒരാളും നന്മയല്ല ഉദ്ദേശം. ഒരാളെ പറ്റി ഞങ്ങളുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത് പറഞ്ഞു നടക്കുന്നത് അയാളെ മോശത്തരം മാത്ര അല്ലേ? ഒരാളെ നന്മ നമ്മൾ പറയലുണ്ടോ? ഒരാൾ ഗുണം നമ്മൾ പറയലുണ്ടോ? ഒരാൾ ഉംറക്ക് പോയത് നമ്മൾ പറയലുണ്ടോ? അയാൾ ഉംറക്ക് പോയത് പലർക്കും അറിഞ്ഞിട്ടേ ഇല്ല. അതേ സമയത്ത് അയാൾ 8 കൊല്ലം പിന്നെ ഒരു 150 കയറ്റീന്, അത് എല്ലാവർക്കും ഓർമ്മയുണ്ട്, അതാരും മറന്നിട്ടേ ഇല്ല. അയാളെ കമ്മിറ്റിക്ക് എടുക്കണോ, അയാളെ ഈലെടുക്കണോ, മെമ്പർഷിപ്പ് എടുക്കണോ, അയാളെ വൈസ് പ്രസിഡന്റ് ആക്കണം എന്ന് പറയുമ്പോ എല്ലാവരും ഒന്നിച്ചിട്ട് 99 ആൾ ഒന്നിച്ച് അയാൾ 8 കൊല്ലം മുമ്പ് കയറ്റീന്. 8 കൊല്ലം മുമ്പ് കയറ്റേണ്ട ശേഷം 3 ഉംറലാക്കിന് പോയിട്ട് അയാൾ അന്നാ പാപം ചെയ്തതിന്റെ ശേഷം പിന്നീട് അയാൾ മടങ്ങിയിട്ടുണ്ട്. അയാൾ നന്മയുടെ കവാടത്തിലൂടെ വന്നു പോയിട്ടുണ്ട്, അത് ആരും അറിഞ്ഞിട്ടില്ല. അപ്പൊ നമുക്കിന്ന് മനുഷ്യന്മാരുടെ കുറവുകൾ എന്നല്ലാണ് പണി. ശരിയല്ല, ഇരിക്കട്ടെ, ഇത് നല്ല പോലെ കേട്ടോ, അള്ളാന്റെ അഹ്ലുകാരെ, അള്ളാന്റെ അടിമകളെ, അള്ളാന്റെ ദീനിന്റെ ചിഹ്നങ്ങള്, പള്ളികള്, ഇതുപോലെയുള്ള സദസ്സുകള് സഹായിക്കുന്നവനാണെങ്കിൽ, പാവപ്പെട്ടവരെ കണ്ണീറൊപ്പുന്നവനാണെങ്കിൽ അവിടെ നിന്റെ കൂടെ അല്ലാഹുണ്ട്, അല്ലാഹു നിന്റെ കൂടെയുണ്ട്. ഹബീബായ നബി തങ്ങൾ ചോദിച്ചുവല്ലോ സഹാബികളോട്, സഹാബാ ഹബീബായ നബി തങ്ങൾ ചോദിക്കുകയാ, അല്ല സഹാബികളെ, ഇന്നത്തെ നാളിൽ നിങ്ങളെ കൂട്ടത്തിൽ നോമ്പുള്ളവരാര്, സുന്നത്ത് നോമ്പുള്ളവരാര്? ഇത് ചോദിച്ചപ്പോ സഹാബികൾക്ക് മിണ്ടാട്ടമില്ല. മഹാനായ സിദ്ദീഖ് തങ്ങൾ എണീറ്റ് നിന്ന് പറഞ്ഞു, നബിയേ, എനിക്ക് നോമ്പുണ്ട്, ഞാൻ നോമ്പുകാരനാ, സുന്നത്ത് നോമ്പുകാരനാ, എനിക്ക് നോമ്പുണ്ട്. ഉടനെ നബി തങ്ങൾ ചോദിക്കുകയാണ്, ഇന്നത്തെ നാളിൽ ഒരു പാവപ്പെട്ടവന് ഒരു പിടി ഭക്ഷണം കൊടുത്തവനാര്? വിശന്നവന്, വയറൊട്ടിയവന്, ദാഹിച്ചു വലഞ്ഞവന്, അതേ പിന്നെ വയറ് കാളിയവന് ഒരിത്തിരി ഭക്ഷണം കൊടുത്തിട്ടവന്റെ വിശപ്പ് മാറ്റിയവനാര്? ആരാണ് എന്ന് ചോദിച്ചപ്പോ സഹാബികളാരും മിണ്ടുന്നില്ല. കാരണം ഒരാളും അന്നത് ആ സമയം വരെ ചെയ്തിട്ടില്ല. റസൂലുള്ള ചോദിക്കുന്നത് വരെ ആരും ആ പണിക്ക് തൽക്കാലം പോയിട്ടില്ല. അപ്പോഴും സിദ്ദീഖ് തങ്ങൾ എണീറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, പൊന്നാര നബിയേ, ഞാനതാ എന്റെ അയൽവാസിയായ ജൂതനായ മനുഷ്യന് ഒരു പിടി ഭക്ഷണം കൊടുത്തിട്ട് അങ്ങയുടെ മുമ്പിൽ വരികയാണ്. പാവപ്പെട്ടവനാ, സാധുവായ മനുഷ്യനാ, അയാൾക്ക് ഞാൻ ഒരു പിടി ഭക്ഷണം കൊടുത്തിട്ട് വരികയാണെന്ന് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ പറയുകയാ, മന്നാദ മിൻകുമുൽ യൗമ മരീളാ,
ഇന്നത്തെ നാളിൽ നിങ്ങളെ കൂട്ടത്തില് ഒരു രോഗിയെ സന്ദർശിച്ചു വരുന്നവനാരും രോഗിയെ ആശ്വസിപ്പിച്ച് രോഗിയെ സാന്ത്വനപ്പെടുത്തി അയാൾക്ക് ധൈര്യം പകർന്ന് അയാൾക്ക് വേണ്ടതൊക്കെയും ചെയ്ത് ഒരു രോഗിയെ കണ്ടിട്ട് വരുന്നവനാര് എന്ന് ചോദിച്ചപ്പോ ഇല്ല, സഹാബികളെ കൂട്ടത്തിൽ ആരുമില്ല. ഇല്ല, സിദ്ദീഖ് തങ്ങൾ ഒഴികെ. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ എണീറ്റ് പറയുകയാ, നബിയേ ഞാനതും ചെയ്തു നബിയേ, വരുന്ന വഴി ഞാനൊരു രോഗിയെ കണ്ടിട്ട് വരികയാ നബിയേ, അയാളെ ഞാൻ ആശ്വസിപ്പിച്ചു വരികയാ നബിയേ. നാലാമത് മുത്തുനബി തങ്ങൾ ചോദിക്കുകയാണ്, മന്നത്തു